بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. എല്ലാവരുടെ കയ്യിലും പരിഭാഷ കിട്ടിയില്ലേ? കഴിഞ്ഞ ക്ലാസ് റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതായിരുന്നു എടുത്തതല്ലേ. ഇനി ഇന്നെടുക്കാനുള്ള ഭാഗം ഞാൻ ആദ്യം ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നമ്മൾ ഇതുവരെ എടുത്ത ആയത്തുകളുടെ അർത്ഥം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? മാലിക് അർ-റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം ഒന്ന് സദസ്സ് സൂചിപ്പിച്ച്. അർ-റഹ്മാനിർ റഹീം രണ്ടു വട്ടം കേട്ടത്. ബിസ്മി പറയുമ്പോഴും കേട്ടു, കഴിഞ്ഞ ക്ലാസ്സിലും കേട്ടു. പരമകാരുണികനും കരുണാനിധിയുമായ. മാലിക് യൗമിദ്ദീൻ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ അല്ലേ. ഇയ്യാക നഅ്ബുദു ഇവിടെ ഉണ്ടോ? സീറ്റ് കിട്ടിയില്ലേ? വ ഇയ്യാക നസ്തഈൻ. ഓക്കെ, മാഷാ അല്ലാഹ്. ഇതുപോലെ തന്നെ നമ്മൾ ഇന്നത്തതും ആ രീതിയിൽ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾക്കും നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയുന്നത് അങ്ങനെയാകണം. അല്ലാഹു തആല ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഓതുമ്പോൾ എങ്ങനെ ഓതേണ്ടത്? ഇഹ്ദിന ഇഹ്ദിന, പിന്നെ സി അല്ല, സാധാരണ ഇഹ്ദിന സി എന്ന ഓതല്. എന്താ ഓതേണ്ടത്? ഇത് സ്വാദാണ്. ഇഹ്ദിന സ്വി, ഇഹ്ദിന സ്വിറാത്ത്. ഒന്ന് സ്വാ പിന്നെ റ, ഒക്കെ തൊള്ള നിറച്ചും വേണ്ട അക്ഷരങ്ങളാണ് അല്ലേ. ത്വാ സ്വാ റ ത്വാ, സ്വി റ ത്വാ, മൂന്നും തൊള്ള മുഴുവനും വേണം. ഇഹ്ദിന സ്വിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിന നീ ഞങ്ങളെ നയിക്കണമേ, സിറാത്ത് ഒരു വഴി, അൽ മുസ്തഖീം നേരായത്. ആശയം പൂർണ്ണമായിട്ട് പറയുന്നത് നീ ഞങ്ങളെ നേരായ വഴിയിലൂടെ കൊണ്ടുപോകണേ, നേരായ വഴിയിലൂടെ നയിക്കണമേ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫാത്തിഹയിലെ ആദ്യത്തെ പ്രാർത്ഥന. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥനയും ഇല്ല, ഒരു പ്രാർത്ഥനയും പറഞ്ഞിട്ടില്ല. ആദ്യം അള്ളാഹിനെ കുറെ പുകഴ്ത്തി,
അൽഹംദുലില്ലാ ചെല്ലുമ്പോൾ, റഹ്മാൻ റഹീം പറയുമ്പോൾ, മാലിക് യൗമിദ്ദീൻ പറയുമ്പോൾ അള്ളാഹിൻ്റെ വിശേഷണങ്ങളും അള്ളാഹിൻ്റെ കഴിവുകളും പറയുക. പിന്നീട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോഴും ചോദിച്ചിരുന്നു കാസിമിക്കല്ല, എന്തിനാ പിന്നെ നമ്മൾ കൂട്ടത്തിൽ നിസ്കരിക്കുമ്പോൾ ഓക്കെ ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്, ഇവിടെയും ഞങ്ങളെ നീ നയിക്കണേ, ഞങ്ങളെ നീ നേർമാർഗത്തിലാക്കണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കേണ്ട എന്താണ്? ഇയ്യാക അഅ്ബുദു അല്ല, ഇയ്യാക നഅ്ബുദു, ഞങ്ങളാക്കണേ. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഓതുന്നത്? ഒന്ന് അള്ളാഹ് പറഞ്ഞിട്ട് ഓതുന്നു, റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഓതുന്നു. അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാരണങ്ങളിൽ ഒരു കാരണം പിന്നെ എല്ലാവരും ഒരുപോലെയാണ്. മുസ്ലിങ്ങൾ ഒറ്റക്കാകട്ടെ സംഘത്തിലാകട്ടെ എങ്ങനെ നിസ്കരിക്കുകയാണെങ്കിലും എപ്പോൾ ഇത് ചോദിക്കുകയാണെങ്കിലും ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാലും ഇഹ്ദിന എന്ന് പറഞ്ഞാലും എല്ലാവരും പിന്നെ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്, ഒരേ ശരീരം പോലെയാണ്. എല്ലാവരും ആ സ്നേഹത്തിലും കരുണയിലും വാത്സല്യത്തിലും നിൽക്കണം. അതുകൊണ്ട് തന്നെ ഇവൻ ചോദിക്കുന്നതും ഓൻ്റെ സ്വന്തം കാര്യത്തിലല്ല, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളെ നീ നേരായ വഴിയിൽ നയിക്കണേ, കാരണം മനസ്സിലായില്ലേ? ഇതാണ് പിന്നെ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ ഓതുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹ് പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെൻ്റെയോ എൻ്റെ അടിമയുടെയും ഇടയിലുള്ളൊരു കരാറാണ്. ഇയ്യാക നഅ്ബുദു എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹ് ഒരു മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിർത്തി ഓതാൻ പറഞ്ഞത്. അള്ളാഹ്ക്ക് മറുപടി പറയണം, ആ നിലയിൽ നമ്മൾ ഓതുകയും വേണം. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ അള്ളാഹ് പറയാണ് മുകളിൽ നിന്ന്, ഇതെൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ളൊരു കരാറാണ്. ഇനിയോ വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് ഇനി അവൻ ചോദിക്കുന്നത് എൻ്റെ അടിമക്കുണ്ട്. ആദ്യമായിട്ട് നമ്മൾ എന്താ ചോദിക്കുന്നത് നിസ്കാരത്തിൽ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ചോദ്യം തുടങ്ങുകയാണ്. ഫസ്റ്റ് ചോദ്യം, നീ ഞങ്ങളെ നേരായ വഴിയിൽ നയിക്കണമേ. ആദ്യം നമ്മളെ മുസ്ലിങ്ങളെ കൊണ്ടത് ചെല്ലിപ്പിക്കുന്നത്. നമ്മളെന്താ നേരായ വഴിയിലല്ലേ ഉള്ളത്? മുസ്ലിങ്ങളാണ് നമ്മൾ, 5 നേരം നിസ്കരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിന്നത്. എന്നിട്ടും അള്ളാഹിനോട് എന്താ പറയുന്നത്? പടച്ചോനെ ഹിദായത്ത് തരണേ എന്നാ പറയുന്നത്, വേറൊന്നുമല്ല. ഹിദായത്ത് തരാൻ വെച്ചാൽ മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീക്ക് തരണേ. എന്തിനാണ് ഇത്? ഒരു മനുഷ്യനിക്ക് അള്ളാഹ് കൊടുക്കുന്നത് നിഅമത്തിൽപ്പെട്ട ഏറ്റവും വലിയ നിഅമത്താണ് എന്ത്? ഹിദായത്ത്. നമ്മളോട് നിനക്ക് കിട്ടിയ സുഖം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ ഇങ്ങനെ പറയും അല്ലേ? പക്ഷേ വിവരം കെട്ട മനുഷ്യന്മാർക്ക് അറിയില്ല, എനിക്ക് അള്ളാഹ് തന്ന ഏറ്റവും വലിയ നിഅമത്താണ് എന്ത്? എനിക്ക് മുസ്ലിമായി ജീവിക്കാൻ, അല്ലെങ്കിൽ മുസ്ലിമായി വളരാൻ, ആ നിലയിലേക്ക് പിന്നെ അള്ളാഹ് എന്നെ തൗഫീക്ക് തന്നിട്ടുണ്ട്. എന്തും അള്ളാഹിൻ്റെ നിഅമത്ത് ആത്തൂക്കും മിൻ കുല്ലി മാ സഅൽതും, ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞില്ലേ, ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹ് തന്ന നിഅമത്ത് നിങ്ങളെങ്ങാനും എണ്ണാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല? എണ്ണിക്കണക്കാക്കാൻ പറ്റൂല. നമ്മുടെ ശരീരത്തിൽ, അതേപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരിൽ സംസാരിക്കാൻ, കാണാൻ, കേൾക്കാൻ, നടക്കാൻ, പറയാൻ, തൊടാൻ എല്ലാം എന്താണ്? അല്ലാഹു തആല നമ്മൾക്ക് നിഅമത്തായിട്ട് തന്നതാണ്. പക്ഷെ നിഅമത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അല്ലാഹ് നമുക്ക് തന്നത് നമ്മൾക്ക് ഹിദായത്ത് തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ തന്ന ഹിദായത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സുന്നത്തിലും ഫർളിലും 17 തവണ നിർബന്ധമായിട്ട് നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നു, നീ എനിക്ക് ഹിദായത്ത് താ, ഹിദായത്തിൽ നിലനിർത്തണേ, ഹിദായത്തിൽ നയിക്കണേ, അത് മുസ്ലിമാക്കിയിട്ട് തന്നെ പോണേ. കാരണം ഏത് സമയത്തും നമ്മൾക്ക് എന്ത് ചെയ്യാം? തെറ്റിപ്പോകാം. അങ്ങനെ തെറ്റിപ്പോയ എത്രയോ ആൾക്കാരില്ലേ? ഏത് സമയത്തും മനുഷ്യന്മാർ തെറ്റിപ്പോം. അവസാന കാലം വരും, ഫിത്നകൾ ഇങ്ങനെ ചരടറ്റ് വീഴുന്ന മാല, അതിലെ മുത്തുകൾ വരുന്നത് പോലെ ഫിത്നകൾ ലോകത്ത് വരും. ആ സമയത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും കഠിനമായ നിലയ്ക്ക് ഫിത്നകളൊക്കെ വരുമ്പോൾ യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. രാവിലെ ഒരാൾ മുസ്ലിമായിരിക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കോ കാഫിറായി പോയിട്ടുണ്ടാവും അല്ലേ? ഒരാൾ എന്തെങ്കിലും കാണിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന കൗമ,
ഒരാൾ എന്തെങ്കിലും കാണിച്ചാൽ മതി, അതിൻ്റെ പിന്നെ അവിടെ എത്തി നോക്കി ഇവിടെ എത്തി നോക്കി അല്ലേ, അതിലൊന്ന് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്നു. ഈ ആധുനിക നൂറ്റാണ്ടിൽ പോലും പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാം പഠിക്കുന്ന കാലഘട്ടത്തിലും ഷിർക്കും അന്ധവിശ്വാസങ്ങളൊക്കെ അതിനേക്കാൾ ശക്തമായിട്ട് വളരുന്നുണ്ട്. അതിലൊക്കെ ആള് പോകുന്നില്ലേ? വലിയ വലിയ ഡിഗ്രി ഒക്കെ ഉള്ള ആൾക്കാരാണ് ഒരു വസ്ത്രം പോലും പിന്നെ ധരിക്കാത്ത മനുഷ്യൻ്റെ മുമ്പിൽ പോയിട്ട് പൂജ നടത്തുന്നതും കുമ്പിടുകയും ചെയ്യുന്നത്. ആരാ? ഇൽമില്ലാത്തതുകൊണ്ടാ, അറിവില്ലാത്തതുകൊണ്ടാ. അറിവുണ്ട്, ഡിഗ്രി ഉണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. ആ നിലയിൽ അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് മെല്ലെ മെല്ലെ അകലം പാലിക്കും. യുസ്ബിഹുർ റജുലു മുഅ്മിന, രാവിലെ മുസ്ലിമാണ്, വയുംസി കാഫിറ, വൈകുന്നേരം കാഫിറാണ്. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുസ്ലിം ആയിരിക്കും, പക്ഷെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴത്തേക്ക് കാഫിറായി പോയിട്ടുണ്ടാകും. യബിഉദീന ബിഅറദിൻ മിനദ് ദുനിയ, ദുനിയാവിൻ്റെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി ദീന വിൽക്കുന്ന ആൾക്കാർ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇപ്പം എല്ലാവരുടെ കയ്യിലൊരു ക്ലിപ്പിംഗ് ഇങ്ങനെ കാണലുണ്ട്, പ്രചരിക്കുന്നത് അല്ലേ. ഒരു സ്ത്രീ പിന്നെ കോടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിന് പോകുന്നു. പിന്നെ സിനിമയുടെ ഡയലോഗ് കാണിച്ചപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ആ സ്ത്രീയോട് ചോദിക്കുന്നത് പിന്നെ 4 പേര് പറഞ്ഞിട്ട് ഇതിൽ ഏത് സ്ത്രീയുടെ പേരിലാണ് അള്ളാൻ്റെ ഖുർആനിൽ അധ്യായം ഉള്ളത് എന്നാ ചോദിക്കുന്നത്. അതാ മുസ്ലിം സ്ത്രീക്ക് കിട്ടുന്നില്ല. എന്നാൽ പണ്ടേതോ കഴിഞ്ഞ സിനിമേൻ്റെ ഡയലോഗ് കാണിച്ചപ്പോൾ ഇത് ഇന്ന സിനിമയിലെന്ന് കറക്റ്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ സ്ത്രീനെ അല്ല, ഞാൻ ആ സ്ത്രീനെ പറയാൻ വേണ്ടിയിട്ടല്ല. ആ സ്ത്രീ ആ ഉത്തരം പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറഞ്ഞത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരം. അത് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് പിടുത്തം കിട്ടിയെന്നല്ലാതെ ഓനോട് ഒറ്റയ്ക്ക് ചോദിച്ചാൽ ഓനിക്കും കിട്ടൂല അല്ലേ. ഇതേപോലെ തന്നെ ഖുർആനിൽ പേര് പറഞ്ഞ സഹാബി പറയാൻ പറ്റുമോ? ഖുർആനിൽ പേര് പറഞ്ഞ സഹാബി ഉണ്ട്. എൻ്റെ കണ്ണു നോക്കുന്ന എത്ര ആളുണ്ട്, അറിയുന്ന എത്ര ആൾക്കുണ്ട്? സ്വന്തം ചിന്തിച്ചു നോക്കിയേ. പൊതുസമൂഹത്തിൻ്റെ ധാരണയാണത്. 25 നബിമാരെ പേര് പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ ഖുർആൻ. എത്ര ആൾക്കാർക്കറിയാം അല്ലേ? നമ്മൾ ആ സ്ത്രീയെ ഈ വിഷയം വന്നപ്പോൾ അത് എഡിറ്റ് ചെയ്ത് അവിടെ മാത്രം കട്ട് ചെയ്ത് അത് ഷെയർ ചെയ്ത് അതിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് കൊടുത്ത് പലതും ചെയ്ത് ഈ ചങ്ങാതി ഓനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ വലിയ തിരക്കോടും മോശമൊന്നുമല്ലല്ലോ. പൊതുസമൂഹത്തിൽ അള്ളാൻ്റെ ഖുർആൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുസ്ലിമായവരാൾക്ക് വൈകുന്നേരം കാഫിറായി. ഇപ്പോഴത്തെ കാലത്തൊരു പണിയുമില്ല, ആയിപ്പോകും. എന്ത് അന്ധവിശ്വാസം വരുമ്പോൾ നാട്ടിൽ മാർക്കറ്റുണ്ട് അല്ലേ. ഇത് നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ട്, പൈസ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാ. അതേപോലെ തന്നെ അവിടെ ഇന്നതുണ്ട്, ഇത്ര ഇങ്ങോട്ട് കിട്ടും, എന്തിനും തയ്യാറ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് യബിഉദീനഹു ബിഅറദിൻ മിനദ് ദുനിയ, തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി അള്ളാൻ്റെ ദീനിനെ വെക്കും. ഒരു ഹലാലും ഹറാമും ഉണ്ടാവില്ല. ഇങ്ങോട്ട് ലാഭം കിട്ടുന്ന വിഷയമാണോ എന്നെങ്കിൽ അത് ഹലാലാകൂല, അത് അത് ഹറാമാകൂല, അത് പലിശയാകൂല. ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, ഞാൻ എല്ലാം തികഞ്ഞിക്കണം അല്ലേ. ഇതേ ആളുകളുടെ ധാരണ. അങ്ങനെയല്ല. നമ്മൾ അള്ളാഹിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ. ഈ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേറെ പറയേണ്ടത് അള്ളാഹ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. ഹിദായത്ത് ആര് തരണേ? അള്ളാഹ് തരണേ. അതിൻ്റെ അർത്ഥം എന്താ? ഹിദായത്ത് അള്ളേ തരൂ. ഖുദ്സിയായ ഹദീസ് പറഞ്ഞാൽ അറിയില്ലേ എന്താ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? സാധാരണ ഹദീസ് നിങ്ങൾ ഖാല റസൂലുള്ളാഹി എന്നാ കേൾക്കല്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖാല റസൂലുള്ളാഹി പറഞ്ഞിട്ട് യഖൂലുല്ലാഹു അസ്സ വജല്ല കാണാം, അള്ളാഹ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറയുന്ന ഹദീസ്. റസൂലുള്ളാഹി പറയാണ്, അള്ളയാണ് പറയുന്നത്. ആരായിരിക്കും പിന്നെ ഡയറക്റ്റ് പറയുന്നത്? അള്ളാഹ് പറയും. അള്ളാഹ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു സുദീർഘമായ ഹദീസിൽ അല്ലേ, യാ ഇബാദി ഇന്നി ഹറംതുൽ അലാ നഫ്സി ഫഹറംതുഹു ബൈനക്കും ഫലാ തുലാലമു. അത് കഴിഞ്ഞിട്ട് തുലാലിമു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദിക്കും. യാ ഇബാദി, അള്ളാഹ് പറഞ്ഞു, എൻ്റെ അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളെല്ലാവരും പിഴച്ച ആൾക്കാരാ. എല്ലാവരും പിഴച്ചെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവരും വഴികേടിലാണ്. ഇല്ലാമൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് ചെയ്തവനൊഴികെ. അള്ളാഹ് ഹിദായത്ത് തന്ന ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും എന്താണ്? ഓൾറെഡി വഴികേടില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്തഹ്ദൂനി, നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിച്ചോ. ഹിദായത്ത് ആരോടാ ചോദിക്കേണ്ടത്? അള്ളാഹിനോട് ചോദിക്കണം. അള്ളാഹിൻ്റെ ഒരു മഖ്ലൂക്കിനോട് നമ്മൾ ഹിദായത്ത് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കുന്ന പദ്യങ്ങളും ഗദ്യങ്ങളും നമ്മുടെ മലയാളത്തിലും അറബിയിലും അറബി മലയാളത്തിലൊക്കെ കാണാം. അള്ളാഹുവിൻ്റെ
പടപ്പുകളോട് ഹിദായത്ത് ചോദിക്കുന്നു. ഹിദായത്ത് ആർക്ക് മാത്രം കഴിയുന്നതാ? അള്ളാഹ്ക്ക് മാത്രം. നമ്മൾ ഒരാളെ എന്ത് കഴിച്ചാലും എന്ത് ഉപദേശിച്ചു കൊടുത്താലും ഹിദായത്ത് കൊടുക്കാൻ കഴിയൂല. ഇന്നയാളുടെ പ്രസംഗം കൊണ്ടാ എനിക്ക് ഹിദായത്ത് കിട്ടിയെന്ന് പറയില്ല, തെറ്റാ, പറയാൻ പാടില്ല. ഹിദായത്ത് കിട്ടാനുള്ളൊരു കാരണമായിത്തീരും, ഒരു നിമിത്തമായിത്തീരും എന്നല്ലാതെ ആരാ എനിക്ക് ഹിദായത്ത് തന്നത്? അള്ളാഹ്. ആയിരങ്ങൾക്ക് ഹിദായത്ത് നൽകിയ അല്ലെ, ഇന്നയാളുടെ പ്രസംഗം ആയിരങ്ങളുടെ മനസ്സിൽ ഹിദായത്ത് എത്തിച്ചു, പാടില്ല പറയാൻ. ഹിദായത്ത് എത്തിച്ചതാരാ? അള്ളാഹ്. നമ്മൾക്കൊരാളിലേക്ക് ഹിദായത്തിൻ്റെ വഴി എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയൂ. ഒരാളെ ഹിദായത്തിലാക്കാൻ അതാരുടെ കടമയാ? അള്ളാഹ്. ഫസ്തഹ്ദൂനി, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്ക്, അഹദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എല്ലാ നിസ്കാരത്തിലും ഹിദായത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. നമ്മളും ചോദിക്കുന്നു. ആ പ്രാർത്ഥന ആദ്യമായിട്ട് നമ്മൾ അള്ളാഹിനോട് ചൊല്ലുകയാണ്. കാരണം ആ അള്ളാഹുവിനല്ലാതെ ലോകത്തൊരാൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ചേർക്കാൻ അള്ളാഹ്ക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയൂല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഹിദായത്തിലാക്കാൻ കഴിയൂല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം റസൂലുള്ളാഹിക്ക് ദഅവത്തിൻ്റെ രംഗത്ത് താങ്ങും തണലുമായ മനുഷ്യനാണ് ആര്? അബൂ താലിബ്. എല്ലാവർക്കും അറിയാലോ അല്ലേ? ആദ്യം ജനിക്കുന്നതിൻ്റെ മുമ്പ് ബാപ്പ മരിച്ചു, ജനിച്ചു കഴിഞ്ഞ് അതേപോലെ തന്നെ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉമ്മ മരിച്ചു, പിന്നെ വല്യുപ്പ മരിച്ചു. അതേപോലെ തന്നെ താങ്ങും തണലുമായി നിന്ന് എളാപ്പ മരിക്കുകയാണ്. എന്തിനും അല്ലേ, നിനക്ക് മുഹമ്മദിൻ്റെ പകരം ഞങ്ങൾ വേറൊരു മോനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അബൂ താലിബിനോട്. ഇവനെ ഞങ്ങൾക്ക് വിട്ടേ, ഞങ്ങൾ കൊല്ലട്ടെ അല്ലേ. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കുന്ന ഈ മോനെ സംരക്ഷിക്കുകയാണ്, റസൂലുള്ളാഹിനെ സംരക്ഷിക്കുകയാണ് അബൂ താലിബ്. അതേപോലെ തന്നെ പിന്നെ എല്ലാവരും എല്ലാ വഴിയും അടച്ചപ്പോഴും ദയവാരം നീ സജീവമായിട്ട് പ്രബോധനം ചെയ്തോ എന്ന് പറഞ്ഞു സത്യം പോലും മനസ്സിലായ അബൂ താലിബ് മരിക്കാൻ നോക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വളാപ്പ നിങ്ങൾ എന്ത് പറ? ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിതൃവേ നിങ്ങൾ എന്ത് പറ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. നിങ്ങൾക്ക് ഞാൻ അള്ളാഹിനോട് എന്ത് ചെയ്യാം? ഇസ്തിഗ്ഫാർ ചോദിക്കാം. നിങ്ങൾ പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പുറത്തുനിന്ന് അബൂജഹൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അബൂലഹബും കൂട്ടരും പറയുന്നുണ്ട്, അവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ട് എന്ത്? നീ ചെയ്യല്ല, നീ അബൂ താലിബെങ്ങാനും ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ കാണുന്ന കഅബയില്ലേ, ആ കഅബയിൽ ഞങ്ങൾ കെട്ടിത്തൂക്കും. അന്ന് പണ്ട് ഈ നല്ല കവിതകളൊക്കെ ആ സമയത്ത് കഅബാലയത്തിൽ കെട്ടിത്തൂക്കൽ പതിവായിരുന്നു. അതേപോലെ കഅബയിൽ ഞങ്ങൾ എഴുതി വെക്കും, മക്ക കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് ആര്? അബൂ താലിബ് എന്ന് എഴുതി വെക്കും. ഇപ്പം ഇനി മുസ്ലിം ആകുകയാണെങ്കിൽ അബൂ താലിബ് പറഞ്ഞു, ഞാൻ മുസ്ലിം ആകുന്നില്ല, ഞാൻ എൻ്റെ കാരണവന്മാർ ജീവിച്ച ആ മതത്തിൽ തന്നെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. പണം, പ്രതാപം, അഭിമാനം ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ നാട്ടിലെ സ്ഥാനം കണ്ടിട്ട് ഞാൻ നിൻ്റെ മതത്തിലേക്ക് വരുന്നില്ല. ഇന്നും ചില ആൾക്കാരെങ്ങനെയാ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, ആദർശമൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം, അത് ഷിർക്കാണെന്നറിയാം, ഇന്നത് തെറ്റാണെന്നറിയാം, അത് ആവശ്യമില്ല എന്നും അറിയാം. പക്ഷെ വീട്ടിലത്തെ ഉമ്മ പറഞ്ഞാൽ, വീട്ടിലത്തെ ബാപ്പ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മഹലിൽ അതൊന്നും നടക്കൂലെന്നേ, എൻ്റെ നാട് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് സത്യം അറിയാഞ്ഞിട്ടും നാടിന് വേണ്ടിയിട്ട് അള്ളാൻ്റെ വെറുപ്പ് സമ്പാദിക്കുന്ന ആൾക്കാർ, അത് ഷിർക്കിനുണ്ട്, തൗഹീദിൻ്റെ വിഷയത്തിലുണ്ട്, സുന്നത്തിൻ്റെ വിഷയത്തിലുണ്ട്, ആർഭാടത്തിൻ്റെ വിഷയത്തിലൊക്കെ ഉണ്ട്, കല്യാണത്തിലൊക്കെ അതൊക്കെ തെറ്റാന്നൊക്കെ എനിക്കറിയാം. അങ്ങനെയൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല, അത്രയൊന്നും ദൂർത്തടിക്കാൻ പാടില്ല. പക്ഷെ ഒക്കെ നാട്ടു നടപ്പല്ലേ, നാട്ടുകാർക്ക് അങ്ങനെയല്ലേ, ഞാനതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ലല്ലേ. ഒരു ദിവസമാണെങ്കിലും അള്ളാഹിൻ്റെ വെറുപ്പ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അബൂ താലിബ് അത് ചെയ്തു, ഞാൻ അങ്ങനെയാണ് മരിക്കുന്നത്, കാഫിറായി മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടങ്ങാത്ത സങ്കടം വന്നു അല്ലേ. അള്ളാഹ് ആശ്വസിപ്പിക്കുകയാണ്, അല്ല അള്ളാഹ് തിരുത്തുകയാണ്, റസൂലേ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നിങ്ങൾ ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയൂല, അള്ളാഹ് എത്രേ, വലാകിന്ന അല്ലാഹ് അള്ളയാണ് യഹ്ദീ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നവനാരാ? അള്ളാഹ്. അപ്പം ആരുടെ കയ്യിലുമല്ല ഹിദായത്ത്. നമ്മൾ ഒരു അമുസ്ലിമിന് ദഅവത്ത് എത്തിക്കുക, അള്ളാഹ് നീ എത്ര ആളെ മുസ്ലിം ആക്കി എന്ന് ചോദിക്കൂല. എന്താ ചോദിക്കുക? ഒന്നും ചോദിക്കൂലേ? എത്ര ആൾക്ക് പറഞ്ഞു കൊടുത്തും ചോദിക്കും, നമ്മളോടൊക്കെ ചോദിക്കും.
നമ്മളോടൊക്കെ ചോദിക്കും. നമുക്ക് 1000 നാവ് ഉണ്ടാവും രാഷ്ട്രീയക്കാരെ പറ്റി പറയാം. പക്ഷേ അള്ളാഹിനെ പറ്റി പറയാൻ 5 മിനിറ്റ് ഇവിടെ വാ, എത്രക്ക് സാധിക്കും? കിട്ടൂല നമുക്ക് അല്ലേ? അല്ലെങ്കിൽ നമ്മളെ കഥ തീരൂല. 12 മണി കഴിഞ്ഞാലും തീർന്നില്ലെങ്കിൽ ബാക്കി നാളെ പറയട്ടോ എന്നറിയും. പെണ്ണുങ്ങളൊക്കെ അങ്ങനെയല്ലേ, പറഞ്ഞ് തീരൂല. അവസാന മണിക്കൂറുകൾ പിന്നെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബാക്കി നമുക്ക് പിന്നെ പറയാം അല്ലേ? ഇത്ര പറഞ്ഞൊക്കെ വെറുതെ പോയിട്ടുണ്ടാവും. ഇതേ അള്ളാഹിനെ പറ്റി നമുക്ക് പറയാനുണ്ടാവൂല. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമയത്ത് പറയാം, വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ, റസൂലേ അള്ളാഹ് ഉദ്ദേശിക്കുന്നവൻ അള്ളാഹ് ഹിദായത്തിലാക്കുക. അതുകൊണ്ട് നമ്മൾ പഠിച്ചോ, ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്ത്. ആ ഹിദായത്ത് ചോദിക്കേണ്ടത് ആരോടാ? അള്ളാഹിനോട്. അള്ളാഹ് അല്ലാത്ത ഒരാളോട് നമ്മൾ എന്ത് ചെയ്യരുത്? ഹിദായത്ത് ചോദിക്കരുത്. സാക്ഷാൽ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നവനെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ പറ്റൂല അല്ലേ? ഇനി രണ്ടാമത് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കണം. അതെന്താണെന്നറിയോ? സൂറത്ത് ആൽ ഇംറാൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചിരുന്നു. അന്ന് ഞാൻ അത് പഠിപ്പിക്കുമ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഞാൻ വിശദീകരിച്ചു തന്നതാണ്. ഏത് പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതാ. ഞാനോ ഇനി ഇദ്രീസലായോ ആ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം, പക്ഷെ അടുത്ത ക്ലാസ് മുതൽ പഠിക്കേണ്ട, ഇന്നത്തെ ക്ലാസ് മുതൽ തന്നെ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞില്ലേ? അന്ന് ഞാൻ ക്ലാസ്സിൽ ശ്രോതാവായിട്ട് ബാക്കിലുണ്ടായിരുന്നു, മൂപ്പരായിരുന്നു ക്ലാസ് എടുത്തത്. ഏതാ പ്രാർത്ഥന? മാഷാ അല്ലാ, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അതാണ് ആ പ്രാർത്ഥന. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയത്തെ നീ എന്ത് ചെയ്യല്ലേ? തെറ്റിക്കല്ലേ. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം. ഇവിടെ എന്താ ഫാത്തിഹയിൽ എന്താ പ്രാർത്ഥിപ്പിക്കുന്നത്? ഹിദായത്ത് താ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? തന്ന ഹിദായത്തിനെ ഒരിക്കലും തെറ്റിക്കല്ലേ അല്ലേ? ഇന്നക അൻതൽ വഹാബ്, അല്ലാഹ് വഹാബ, എന്തും തരുന്നവനാ അല്ലാഹ് അല്ലേ? ചോദിച്ചത് എന്തും അല്ലാഹ് തരും. അള്ളാഹിനോട് പറയാ, തന്ന ഹിദായത്തിനെ തെറ്റിക്കല്ലേ. ആയിഷ എപ്പോഴും പ്രാർത്ഥിച്ചോ, പിന്നെ എന്താ റബ്ബന യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ തന്നെ എന്ത് ചെയ്യണേ? ഉറപ്പിച്ച് നിർത്തണേ. കൽബ്, അതിൻ്റെ കൽബ് നമ്മുടെ ഹൃദയത്തിൽ എന്താ അറബി പറയാ? കൽബ്. കൽബ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? മാറി അല്ലേ? മറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഒരേ പോയിന്റിലേപ്പിക്കാൻ പറ്റുമോ കൽബിന? ഒരേപോലത്തെ ഈമാൻ. കഴിഞ്ഞ റമദാൻ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ, റമദാൻ്റെ 1ാമത്തെ ദിവസം ഓത്തായിരുന്നു അല്ലേ? പള്ളി തന്നെ അല്ലേ? ആ റമദാൻ എടുത്ത തീരുമാനം ആലോചിച്ച് നോക്കിയേ. റമദാൻ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഏതായി? റബീഉൽ അവ്വലിൽ എത്തിയില്ലേ? അത് ശമ്പളം മേടിച്ച് റബീഉൽ ആഖിറിലേക്ക് കയറി കഴിഞ്ഞു. എന്തായി നമ്മളവസ്ഥ? റമദാനയുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കാരണം ആ രീതിയിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒക്കെ ഈമാൻ കൂടും. സെൻറ്ററിൽ നിന്ന് താഴെ കഴിഞ്ഞാൽ ഒക്കെ പോയിട്ടുണ്ടാവും. ഇതാ മനുഷ്യന്മാരുടെ അവസ്ഥ. മനുഷ്യൻ ആ നിലയിൽ ഈമാൻ കൂടും, ഈമാൻ കുറയും. അത് മനുഷ്യൻ്റെ സ്വാഭാവിക അവസ്ഥയാണ് അല്ലേ? സഹാബത്തൊക്കെ അത് പരാതിയായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് സായത്തം വസാ, ഈമാൻ ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. ഇപ്പോൾ കുറയുന്ന സമയത്ത് കൂടാനുള്ള മാർഗം നമ്മൾ എന്ത് ചെയ്യണം? കാരണം അതിലൊന്നാമത്തെ മാർഗമാണ് പ്രാർത്ഥന. തെറ്റിക്കല്ലേ. അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ് മനുഷ്യൻ്റെ ഹൃദയം. അത് മാറ്റിമറിക്കുമ്പോൾ ഹൃദയങ്ങൾ മറിയും സ്വഹിയായ ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് നമ്മൾ പഠിച്ചോളൂ, ഈ 2 പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പഠിച്ചോളെ നേരായ വഴിയിൽ നീ ഞങ്ങളെ നയിക്കണമേ. പിന്നെ അതേപോലെ തന്നെ തന്ന ഹിദായത്തിന് നീ എന്ത് ചെയ്യല്ലേ? തെറ്റിക്കല്ലേ എന്നതും നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ ഹിദായത്ത് തെറ്റിപ്പോകുന്ന ഒരു വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കാതിരിക്കുകയും ചെയ്യുക. മറ്റുള്ളവരോട് ചോദിക്കൽ തെറ്റാണ്. അതേപോലെ ഹിദായത്ത് ചില നമ്മളെ തോന്നിവാസങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. ഒന്നും അല്ലാഹ് ചെയ്യൂല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനതയെയും അല്ലാഹ് മാറ്റൂല ഒരു സ്വയം മാറാതെ. നമ്മൾ അള്ളാഹനെ കുറ്റപ്പെടുത്തേണ്ട വെറുതെ. നമ്മൾ നീ എന്താണ് ഇത് ചെയ്യാത്തത്? അത് അല്ലാഹ് വിചാരിക്കേറ്റ് അള്ളാഹ്ക്കല്ല കുറ്റം. നമ്മളെ തീരുമാനമാണ് ആദ്യം എടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാ ഖളാഉ ഖദർ. പക്ഷേ നമ്മൾക്ക് അല്ലാഹ് അവസരം തന്നിട്ടുണ്ട് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും. അതിൽ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുക? നന്മ ചെയ്ത് സ്വർഗത്തിലേക്കാണോ തിന്മയിലേക്ക് പോയി നരകത്തിലേക്കാണോ? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നതാണ് ചുരുക്കം ഈ ആയത്ത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഒന്നുകൂടെ അർത്ഥം ശ്രദ്ധിച്ചു. ഇഹ്ദിന, നീ ഞങ്ങളെ നയിക്കണമേ, സിറാത്ത്, വഴിയിൽ, അൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ നീ ഞങ്ങളെ നയിക്കണേ, അല്ലെങ്കിൽ നീ ഞങ്ങളെ സന്മാർഗത്തിൽ ആക്കിത്തരണം. അർത്ഥം പഠിച്ചല്ലോ അല്ലേ? സന്മാർഗത്തിലാക്കണേ അല്ലെങ്കിൽ നേരായ വഴിയിൽ നയിക്കണേ എന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താണ് എങ്ങനെയാണ് ആ വഴി എന്നതില്ല, പറഞ്ഞില്ല. അതിനെ വിശദീകരിക്കുകയാണ് അടുത്ത ആയത്ത്. സിറാത്തുല്ലദീന, അതോതുണ്ട് സിറാത്തുല്ലദീന അൻഅംത. ഒന്നോദിയ അൻ സിറാത്തുല്ലദീന, ഒന്നുകൂടെ അത് അൻഅംത. ഇപ്പൊ ഒക്കെ അൻഅംത ആയിരിക്കും, നാളെ നേരം വെളുക്കുമ്പോൾ അന്നംത തന്നെയായിരിക്കും. അന്നംത നോദരുത്, ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തെറ്റിച്ചോതുന്നുണ്ട് അല്ലേ? അൻഅംത അലൈഹിം, രണ്ട് ഐനുണ്ട്, രണ്ടിടത്തിലും ഐൻ തന്നെ കിട്ടണം. അൻഅംത അലൈഹിം, പിന്നെ ഓയിരിൽ പിന്നെ മഗ്ളൂബ് അല്ല, അറബിയിൽ എന്ന അക്ഷരമല്ല, അത് ആ വാദും ദാലും കൂട്ടി രണ്ടും മൂന്നും മിക്സ് ചെയ്ത് നോക്കിയ നിങ്ങൾ ശരിക്കും ഒട്ടുമിക്ക ആളുകളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കലുണ്ട്. അതുകൊണ്ടാണല്ലോ നാട്ടിലേക്ക് ഫ്രീ ഇങ്ങനെ ചെറിയ പൈസക്ക് വിളിക്കുന്നത് അല്ലേ? അതുണ്ടോ, ഇനി കമ്പ്യൂട്ടർ ഉണ്ടോ, ലാപ്ടോപ്പ് ഉണ്ടോ, എന്തുണ്ടെങ്കിലും നെറ്റ് സൗകര്യം ഉപയോഗിക്കുക. ഇനിയല്ല CD കേൾക്കുക, അറബികൾ ഓതുന്ന, ഇവിടുത്തെ കാര്യങ്ങൾ ഓതുന്ന, പിന്നെ കേൾക്കണം. ഖൈരിൽ മഗ്ദൂബ്, ഇവർ അറബികൾ ഇമാമത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ കേട്ടു നോക്കിയേ, ഏത് കുട്ടികൾ നിൽക്കുകയാണെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യും അല്ലേ? ഖൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നമ്മൾ വലല്ലാല്ലീൻ എന്നോതും, മഗ്ലൂ എന്നോതും. മഗ്ലൂ തെറ്റാ, വലല്ലാ തെറ്റാ. പിന്നെന്താ വേണ്ടത്? വലദ്ദാ അല്ലേ? ദ, ഇത് രണ്ടും കൂട്ടിയാൽ ദാവും അല്ല വാവും അല്ല, രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സൗണ്ടാണ് പുറത്തേക്ക് വരേണ്ടത്. ഇനി അർത്ഥം ശ്രദ്ധിച്ചോ. സിറാത്ത് വഴി, അല്ലദീന എങ്ങനെയുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ വഴിയെ വിശദീകരിക്കുകയാണ്. സിറാത്തു അല്ലദീന കൂട്ടി വയ്ക്കുമ്പോൾ ഒരു വഴി. ആ വഴിയുടെ പ്രത്യേകത എന്താ? അൻഅംത, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിലാണ്. നീ ഞങ്ങളെ നേരായ വഴിയിൽ നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ വഴി അള്ളാഹിനോട് പറയാണ്, സിറാത്തു അല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴി, അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ കൂടെ നീ ഞങ്ങളെ നയിക്കണേ എന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിലൂടെ നീ ഞങ്ങളെ നയിക്കണേ. ആ നയിക്കണേ എന്നുള്ളത് ഇഹ്ദിന കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അതാണ് അള്ളാഹിനോട് ചോദിക്കുന്നത്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിൽ. ഓയിരിൽ മഗ്ദൂബി അലൈഹിം, ഓയിർ കൂടാതെ ഒഴിവാക്കിക്കൊണ്ടാണ്. ഇന്ന ടീമിനെ ഒഴിവാക്കുമ്പോഴാണ് ഓയർ പ്രയോഗിക്കുന്നത്. ഓയിരിൽ മഗ്ദൂബി, കോപിച്ചവരുടെ വഴിയല്ല. അലൈഹിം, നീ കോപിച്ചവരുടെ വഴിയിൽ അല്ല. അലൈഹിം, അവരുടെ മേൽ, അഥവാ നീ കോപിച്ചവരുടെ വഴിയിലല്ല നീ ഞങ്ങളെ നയിക്കേണ്ടത്. നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് നീ ഞങ്ങളെ നയിക്കേണ്ടത്. നീ കോപിച്ചവരുടെ വഴിയിലല്ല. ഓളബ്, എന്താ ഓളബ്? ദേഷ്യം, കോപം അല്ലേ? ഇവിടെ ആ മഗ്ലൂബി അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂൽ ചോദിച്ചപ്പോൾ ആരാണ് റസൂൽ ചോദിച്ചപ്പോൾ അവർ യഹൂദികളാണ്. അള്ളാഹിൻ്റെ കോപം കിട്ടുക ആരാണ്? യഹൂദികളാണ്. പ്രത്യേകം ഇവിടത്തേക്കും ആഖിറത്തിലേക്കും ഇനി ഇവിടുത്തെ എക്സാമിനും ചോദിക്കും കേട്ടോ. ഓയരിൽ മഗ്ലൂബി അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കോപിച്ചവർ, പിന്നെ ഈ ജൂതന്മാർ, ക്രിസ്ത്യാനി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് അവിടെ ഉത്തരം എഴുതേണ്ടത്? ജൂതന്മാർ. അള്ളാഹ് കോപിച്ചവരാരാ? ജൂതന്മാർ. ഈ ഓയരിൽ മഗ്ലൂബി അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓയരിൽ മഗ്ലൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. വല അല്ലതാനും അല്ലാലീൻ, വഴിപിഴച്ചവരുടെ വഴിയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. ഇനി ഒന്നും കൂടെ അർത്ഥം നോക്കിക്കോ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഓയിരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമാകാത്തവരുടെ മാർഗം, നിന്റെ കോപത്തിന് ഇരയാകാത്തവരുടെ. എന്താ തഫ്സീറിൽ എന്താ ഉള്ളത്? നിന്റെ കോപത്തിന് വിധേയമല്ലാത്തവർ, നീ കോപിച്ചവരല്ല. വലദ്ദാല്ലീൻ,
വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. അഥവാ ജൂതന്റെയോ ക്രിസ്ത്യാനിയുടെയോ മാർഗത്തിലല്ല, മറിച്ച് നീ ഞങ്ങൾ ആക്കേണ്ടത് ആരുടെ മാർഗത്തിലാ? നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ആരാണ് അള്ളാഹ് അനുഗ്രഹിച്ചത്? നിങ്ങൾക്ക് കാണാം 116-ാമത്തെ പേജിൽ, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആരാ അള്ളാഹ് അനുഗ്രഹിച്ചവർ? വമൻ യുതിഇല്ലാഹ വറസൂൽ, ആർ അള്ളാഹനെയും റസൂലിനെ അനുസരിച്ചോ, ഫഉലൈക മഅല്ലദീന, അവർ ഇവരോടൊപ്പമാണ്, അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. എന്നിട്ട് അള്ളാഹ് പറയാം, ആരാ അള്ളാഹ് അനുഗ്രഹിച്ചവർ? മിനൻ നബീന, നബിമാർ, വസുദ്ദീഖീന, സുദ്ദീഖീങ്ങൾ, വശുഹദാ, ശുഹദാക്കൾ, വസ്വാലിഹീൻ, സ്വാലിഹീങ്ങൾ. ഇത് 4 ചോദിക്കും ചിലപ്പം എക്സാമിന്, നോട്ട് ചെയ്ത് പഠിക്കണത്. ആരാണ് അള്ളാഹ് അനുഗ്രഹിച്ചവർ? നബിമാർ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ചോദ്യം വരെ ചിലപ്പം ഇതിൽ പറയപ്പെടാത്തതാര് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക, അല്ലേ? വേറെ ഏതെങ്കിലും പേര് കൊടുത്തിട്ട്. ഇനി ആ എക്സാമിന് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുക. നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് അള്ളാഹിനോട് പറയും. എന്താ പറയുന്നത്? പഠിച്ചോനെ നബിമാരുടെ മാർഗത്തിലാക്കിത്ത, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ മാർഗത്തിലാക്കിത്ത എന്നാ പ്രാർത്ഥിക്കുന്നത്. ഇതാർക്കെങ്കിലും ഇതുവരെ മനസ്സിലായിരുന്നു? ഇതാ ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അല്ലേ? അതാ ഖുർആൻ പഠിക്കുമ്പോൾ അനുഗ്രഹമാണ്, നമുക്കത് മനസ്സിലാക്കുന്നത്. എനിക്ക് നേർമാർഗം കാണിച്ച് താ, എന്നെ ഒരു വഴിയിലാക്കിത്താ. ഏതാണ് വഴി? നീ അനുഗ്രഹിച്ചവരുടെ വഴി. ഏതാണ് നീ അനുഗ്രഹിച്ചവരുടെ വഴി? മിനൻ നബീൻ വസ്സുദ്ദീഖീൻ വശുഹദാ വസ്വാലിഹീൻ. ഈ 4 ആളുകളുടെ വഴിയിലാണ് നീ ഞങ്ങളെ ആക്കേണ്ടത്. അത് കിട്ടണമെങ്കിൽ എന്താ അള്ളാഹ് കണ്ടീഷൻ പറഞ്ഞത്? വമൻ യുതിഇല്ലാഹ വറസൂൽ, ആര് അള്ളാഹിനെ അനുസരിച്ചോ റസൂലിനെ അനുസരിച്ചോ, അത് അനുസരിച്ചേ പറ്റൂ. നമ്മളൊരു കച്ചവടക്കാരനാന്ന് കൂട്ടിക്കോ, പലപ്പോഴും പറയുന്നത് കച്ചവടക്കാരനാന്ന് കൂട്ടിയിട്ട് നമ്മളൊരു സാധനം പൂഴ്ത്തി വെക്കുന്നു, അല്ലെങ്കിൽ ചതി കാണിക്കുന്നു. അള്ളാഹ് പറഞ്ഞു റസൂൽ അത് ചെയ്യരുത്, പക്ഷെ ഇപ്പം നിനക്ക് ലാഭം കിട്ടും ഇത് ചെയ്താൽ. അവിടെ ആരെയാണ് നമ്മൾ അനുസരിക്കുന്നത്? പൈസ അല്ലേ? പൈസേൻ്റെ അടിമയാകുന്നു, ദുനിയാവിൻ്റെ അടിമയാകുന്നു. ആ മനുഷ്യൻ അള്ളാഹിനെ അനുസരിക്കുന്നില്ല, റസൂലിനെ അനുസരിക്കുന്നില്ല. ഇത് ഒരു കച്ചവടം എന്നല്ല. ഇനി ഓരോ നിങ്ങൾ കണക്കൂട്ടി നോക്കിയോ. കമ്മീഷൻ വരും, അതിനകത്ത് പലിശ വരും, അതിൽ നിന്ന് ചതി വരും, കളവ് വരും, പറ്റിക്കൽ വരും, തരികട വരും, എല്ലാം വരും, അല്ലേ? ഇച്ചിരി ഇങ്ങനെ കണ്ണടക്കാതൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റൂല. കണ്ണടക്കാതെ ഒന്നും നാട്ടിൽ, കണ്ണിങ്ങനെ അടച്ചു പിടിക്കാതെ നാട്ടിൽ വീടെടുക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കണ്ണടച്ചോ, അല്ലേ? ഇവിടെ അടക്കും, ഖബറിൽ ഖിയാമത്ത് നാൾ വരെ അടികിട്ടിക്കൊണ്ടേയിരിക്കും ചെയ്യും, അല്ലേ? അവിടെ കണ്ണടക്കാൻ പറ്റൂല. ആ നിലയിലുള്ള ആളുകളുണ്ട്. അത് പാടില്ല. അള്ളാഹിനെ റസൂലിനെ അനുസരിക്കാൻ കഴിയണം. അവർക്ക് മാത്രമേ പിന്നെ ഈ നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. മറ്റവരും ഇതിനെ സൂറത്തുൽ മുസ്തഖീമൊക്കെ നിസ്കാരത്തിൽ പറയും, അതിങ്ങനെ തഖ്വയെ കൂടി തന്നെ പറയും. പക്ഷേ ആ പറയുന്നതും ചോദിക്കുന്നതും പ്രവർത്തനമായിട്ട് തമ്മിൽ എന്തുണ്ടാകൂല, ഒരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. നമ്മൾ എന്താണ് അള്ളാഹിനോട് ചോദിക്കുന്നത്? ആ വഴിയിലാക്കിത്ത. അള്ളാഹു നമ്മെ ആ വഴിയിലാക്കി തിരുമാറാകട്ടെ. നിങ്ങൾ നോക്കിയേ, ദുനിയാവിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അള്ളാഹ് എങ്ങാനും നാളെ നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് നബിമാരുടെ കൂടെയൊക്കെ സ്വർഗത്തിലേക്ക് ആക്കി തരികയാണെങ്കിൽ എന്തൊരു ഭാഗ്യമായിരിക്കും അത്, അല്ലേ? റസൂലുള്ളാ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം നമ്മളെ കാത്തിരിക്കുക. എന്തുകൊണ്ട്? ആയിഷ ബീവിയോട് റസൂലുള്ളാ പറഞ്ഞില്ലേ, എന്നെ കാണാതെ എന്നെ വിശ്വസിച്ച ആളുകളാണ് അവർ. നമ്മളാരും ആരെ കണ്ടിട്ടില്ല, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ആരെ വിശ്വസിക്കുന്നു? റസൂലിൽ വിശ്വസിക്കുന്നു, അള്ളാഹിൽ വിശ്വസിക്കുന്നു, അല്ലേ? അതാണ് എൻ്റെ ഇഖ്വാന, എൻ്റെ സഹോദരങ്ങളാണ് അവർ. നമുക്ക് വേണ്ടിയിട്ടാണ് ഹൗദിങ്കിൽ കാത്തു നിൽക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തു നിൽക്കുകയാണ്. നമുക്ക് വെള്ളം തരാൻ വേണ്ടിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യാണ് അവിടെ. നമ്മൾക്ക് വിചാരണയ്ക്ക് വേണ്ടി പിന്നെ ചോദ്യത്തിനെടുക്കാൻ വേണ്ടിയിട്ടാണ് റസൂൽ കാലങ്ങളോളം സുജൂദിൽ കിടക്കുന്നത്. എല്ലാ നബിമാർക്കും അല്ലാഹ് ദുനിയാവിൽ ചോദിക്കാൻ അവസരം കൊടുത്തു. പക്ഷെ നമ്മൾക്ക് വേണ്ടി റസൂലുള്ള 3 ബാക്കി വെച്ചു, ചോദിക്കാതെ ബാക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? അത് ആർക്ക് വേണ്ടിയിട്ടാണ് ബാക്കി വെച്ചത്? നമുക്ക് വേണ്ടിയിട്ട് ബാക്കി വെച്ചു. ഇതൊക്കെ നമ്മളുടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച കാരുണ്യ. ആ വഴിയിൽ നമ്മളാക്കി തരണേ. സുദ്ദീഖിൻ്റെ പാതയിൽ, സുദ്ദീഖിങ്ങളുടെ പാതയിൽ, ശുഹദാക്കളുടെ പാതയിൽ ആ പ്രതിഫലങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിച്ച അള്ളാഹ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വഴി നമ്മളും ചിന്തിക്കുക. പിന്നെ പറയാണ് ഗൈറിൽ മഗ്ലൂബി അലൈഹിം, ജൂതൻ്റെ വഴിയിലാക്കല്ലേ. പിന്നെന്താ പറയുന്നത്?
വലല്ലാലീൻ, പിഴച്ചുപോയവർ അഥവാ ക്രിസ്ത്യാനികൾ വഴിയിലാക്കല്ലേ. എന്താ ഈ രണ്ടിൻ്റെയും പ്രതി? ഓരോ നിസ്കാരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജൂതൻ്റെ വഴിയിലാക്കല്ലേ, ക്രിസ്ത്യാനിൻ്റെ വഴിയിലാക്കല്ലേ. പക്ഷെ നമ്മൾ പോകുന്നതൊക്കെ ആ വഴി കൂടെ. റസൂൽ പറഞ്ഞു അല്ലേ, നിങ്ങൾ പിന്നെ ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. നിങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു വിഭാഗത്തിൻ്റെ പാത പിൻപറ്റുക തന്നെ ചെയ്യും. ആരാണവർ? അവരൊരു ചാണിന് ചാണായും മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. അവരെങ്ങാനും ഒരു ഉടുമ്പിൻ്റെ മാളത്ത് കയറിപ്പോയാൽ നിങ്ങളും കയറും. മനുഷ്യന്മാരോട് പറയാ റസൂലുള്ളാഹ്. എന്നിട്ട് അപ്പം ചോദിക്കുകയാണ് സഹാബത്ത്, ആരാ റസൂൽ? ജൂതന്മാരൊക്കെയാണോ? ഓരല്ലാതെ പിന്നെ ആരാന്ന്? അതോ ജൂതൻ ഒരു ഉടുമ്പിൻ്റെ മാളത്ത് കയറിയാൽ മുസ്ലിമും ബേഗ് കയറും. എന്തിനാ റസൂൽ ഉടുമ്പിൻ്റെ മാളം പറഞ്ഞത്? വെറുതെ പറഞ്ഞ് എന്ത്? അവരെങ്ങാനും ഉടുമ്പിൻ്റെ മാളത്ത് കയറാൻ നിങ്ങളും കയറുന്ന എന്തിനാ പറഞ്ഞത്? ഒരു മനുഷ്യന് ഉടുമ്പിൻ്റെ മാളത്ത് കയറാൻ പറ്റുമോ? അത്ര പ്രയാസമായിരിക്കും. എന്നാലും ഒരു ജൂത ഉടുമ്പിൻ്റെ മാളത്ത് കയറിയാൽ മാപ്പിള പിന്നാലെ പോകും. എന്തിനിപ്പോൾ കയറിയത്? എന്തോ ഉണ്ടാവും. സത്യമില്ലേ അല്ലേ? നമ്മുടെ പിന്നെ റഹീമയിൽ നിന്ന് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്ന ഇബ്രാഹിം മൗലവി പറയലുണ്ട്, അള്ളാഹിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ ഹറാമാക്കപ്പെട്ട മ്യൂസിക് എത്തിച്ച ടീമായി വരും. ഒരു മനുഷ്യൻ്റെ മൊബൈൽ നമ്മൾ എന്ത് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ മൊബൈൽ ഓഫ് ചെയ്യാൻ മറന്നോയോ, സൈലൻ്റ് ആക്കാൻ മറന്നോയോ, ആ മ്യൂസിക് അവനെ എവിടുന്ന് അടിപ്പിക്കുന്നത്? അള്ളാഹിൻ്റെ പള്ളിയിൽ അത് അടിഞ്ഞു കഴിഞ്ഞു അല്ലേ? അവരെന്തൊക്കെ ലോകത്ത് ഉദ്ദേശിക്കുന്നോ എല്ലാം നടപ്പാക്കുന്നു. ഇന്ന് ജൂതൻ്റെ പ്രൊഡക്റ്റ് മാപ്പിളയാണ്. പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം റസൂലുള്ള പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാം. നമ്മൾ ഇസ്ലാമിൻ്റെ നല്ല സ്വഭാവങ്ങളൊക്കെ ഇന്ന് വേറെ രാജ്യത്തുണ്ട് അല്ലേ? ഇസ്ലാമുണ്ട്, ബിദൂൻ മുസ്ലിമീങ്ങളില്ല. ഇവിടെ മുസ്ലിമീങ്ങളുണ്ട്, ബിദൂന ഇസ്ലാമില്ല. അങ്ങനെ രാജ്യത്തിൻ്റെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ. പക്ഷെ നമ്മളെ എല്ലാത്തിലും നമ്മൾ പഠിക്കുന്നത് ജൂതം നിയന്ത്രിക്കുന്നു, മക്കളെന്ത് കാണും ജൂതം നിയന്ത്രിക്കുന്നു, നമ്മളെന്ത് കാണും ജൂതം നിയന്ത്രിക്കുന്നു, അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ നിയന്ത്രിക്കുന്നു. അള്ളാൻ്റെ ആയത്തിൽ എത്രയോ ആയത്തുകൾ പറയാണ്, നിങ്ങൾ ജൂതനെയും ക്രിസ്ത്യാനികളെയും ഉറ്റ ചങ്ങാതിയാക്കി മാറ്റരുതേ. നിങ്ങൾ ആക്രമിക്കുന്ന വിഷയത്തിൽ അവർ രണ്ടാളും ഒന്നാ. ജൂതനും ക്രിസ്ത്യാനും പരസ്പരം പകയാ. പക്ഷേ മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിൽ ആരോ ഒറ്റക്കെട്ട? ജൂതനും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ട. നമ്മൾ പ്രാർത്ഥിക്കുക ഇവരെ മാർഗത്തിലാക്കല്ലേ. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇന്ന് ലോകത്തെ ഇസ്ലാമിൽ ഏറ്റവും വലിയ ശത്രു ഇന്നാർ തന്നെയാണ്, ജൂതൻ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് മനസ്സിലാക്കുന്നില്ല. ജൂതനാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആരും എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. പല നിലക്കും പടച്ചവൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായവർ. ആരാണ് ഈ ജൂതന്മാർ? യഹൂദികൾ അല്ലേ? യഹൂദികൾ ആരാ? ഇസ്രായേലർ അല്ലേ? ഇസ്രായേലർ ആരാ? ഇസ്രായേൽ എന്നത് യൂസുഫ് നബീൻ്റെ ബാപ്പാൻ്റെ പേരാ. യാക്കൂബ് നബീൻ്റെ മറ്റൊരു പേരാണെന്ത്? ഇസ്രായേൽ. നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ ശപിക്കപ്പെട്ട പേരാന്ന് വിചാരിക്കേണ്ട. ഇസ്രായേലർ മുസ്ലിങ്ങളെ കൊന്നു കേൾക്കുമ്പോൾ പേര് മോശമില്ല. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബീൻ്റെ പേരാ. ആ സന്താന പരമ്പരക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്, ഇസ്രായേലർ എന്ന് പറയുന്നത്. അതിങ്ങനെ വന്ന് ലോകത്ത് ഖുർആൻ ഏറ്റവും കൂടുതൽ നബിമാരെ കൊടുത്ത സമുദായം ഏതാണ്? ഇസ്രായേലർ, ജൂതന്മാരാ. ഏറ്റവും കൂടുതൽ നബിമാർ ലോകത്ത് ആർക്കും കൊടുക്കാത്ത ശ്രേഷ്ഠത ആർക്കാ അള്ളാഹ് കൊടുത്തത്? ജൂതന്മാർക്ക് കൊടുത്തു, ഇസ്രായേലർക്ക് കൊടുത്തു. പക്ഷെ അള്ളാഹിനോട് ഏറ്റവും നന്ദി കെട്ട ടീം ഏതാ? ഇസ്രായേലർ തന്നെ. അമ്പിയാക്കളെ കൊന്നു അല്ലേ? കൊന്ന് തലക്കഷ്ണം തളികയിൽ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ എത്രയോ അമ്പിയാക്കളെ കൊന്നു കളഞ്ഞു, പ്രയാസപ്പെടുത്തി. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എത്രയോ തവണ കൊല്ലാൻ നോക്കി അല്ലേ? ഇത്ര യുദ്ധങ്ങളിൽ ഒരു പെണ്ണുങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു പെണ്ണ് സൽക്കാരത്തിന് വിളിച്ചിട്ട് റസൂലുള്ളാഹിക്ക് മാംസത്തിൻ്റെ ഏത് ഭാഗത്താണ് ഏറ്റവും ഇഷ്ടമെന്ന് മുൻകൂട്ടി അറിഞ്ഞു ആ പെണ്ണ്. എന്നിട്ട് ആ പെണ്ണെന്താ ചെയ്തത്? അവിടെ പരമാവധി വിഷം പുരട്ടി. ബിഷർ റളിയല്ലാഹു അൻഹു, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടുപേരും ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ. ബിഷർ റളിയല്ലാഹു അൻഹു മാംസക്കഷ്ണം എടുത്തു തിന്നു, കഴിച്ചുപോയി. അപ്പം തന്നെ മരിച്ചു. റസൂൽ വായിൽ വെച്ചു. അള്ളാഹ് വഹി ഇറക്കുക, റസൂൽ എന്ത് ചെയ്യരുത്? തിന്നു പോകരുത്, ഇതിൽ വിഷമുണ്ട്. പക്ഷെ വെച്ചു പോയിട്ടുണ്ട്. ആ വിഷത്തിൻ്റെ അംശം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ആ റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ആയിഷ ബീവിനെ മടിത്തട്ട് തലവെച്ചിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയിഷ, അന്ന് ജൂതപ്പെണ്ണ് തന്ന മാംസകഷ്ണത്തിലെ വിഷത്തിൻ്റെ അംശം എൻ്റെ രക്തധമനികൾ പൊട്ടിപ്പോകുമാർ എനിക്ക് ഇപ്പോഴും അതിൻ്റെ വേദനയുണ്ട്. അത്ര പ്രയാസം ഉണ്ടായിരുന്നു. അന്ന് മുതൽ മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊല്ലാൻ നോക്കി ജൂതപ്പെണ്ണ്.
വേറെ വീട്ടിൽ കൊണ്ടുപോയി പ്രത്യേക സ്ഥലത്ത് ഇരുത്തി. മുകളിൽ ആര് നിന്നിട്ടുണ്ട്? കല്ലും കൊണ്ട് ജൂതൻ നിന്നിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞു, വഹി കൊടുത്തു, റസൂലെ മാറണം അവിടുന്ന്. എത്ര സ്ഥലങ്ങളിൽ റസൂലുള്ളാഹിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹിൻ്റെ ആയത്തിന് വല്ലാഹു യഅസിമുക മിനന്നാസ്, ഈ ദൗത്യം ദഅവത്ത് ദീന് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് റസൂലുള്ളാഹിനെ എന്ത് ചെയ്യാൻ പറ്റൂല? തൊടാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ഇസ്മത്ത് കിട്ടിയവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്പിയാക്കൾ അല്ലേ? അതുകൊണ്ട് ജനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്ത. അതുകൊണ്ടാണ് അതുവരെ വീട്ടിൽ കാവൽക്കാരായിട്ട് പലരും ഉറങ്ങാൻ വരും, കാവലായിട്ട് നിൽക്കും. ഈ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി പറയും, ഇനി എനിക്ക് കാവല് വേണ്ട. വല്ലാഹു യഅസിമുക മിനന്നാസ്, ആരാ കാവലിനി? അള്ളാഹ് കാവലുണ്ട്. ഒരു ജൂതനിന് തൊടാൻ പറ്റൂല. പക്ഷെ പല സമയത്തായിട്ട് റസൂലുള്ളാഹിനെ പോലും കൊല്ലാൻ നോക്കിയിട്ടുണ്ട് ഈ ജൂതന്മാർ. ആ ജൂതൻ്റെ മാർഗത്തിലേക്ക് ആക്കല്ലേ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും ലോകത്ത് തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാ? മുസ്ലിങ്ങൾ തിരിച്ചറിയുന്നില്ല ജൂതനാ അല്ലേ? ഒരു പ്രത്യേകം അവർക്ക് പെണ്ണിലൂടെ, സെക്സിലൂടെ, അതേപോലെ തന്നെ മ്യൂസിക്കിലൂടെ, ഇതൊക്കെയാണ് ലോകത്ത് ഇവർ ഉണ്ടാക്കുന്ന ഫിത്ന. മുസ്ലിമീങ്ങളെ പിന്നെ പ്രത്യേകമായിട്ട് തളർത്താൻ കഴിയൂല, ഇവർക്ക് പ്രത്യേകമായിട്ട് തളർത്താൻ സാധിക്കൂല. അതുകൊണ്ട് ആദ്യകാലങ്ങളിലൊക്കെ മുസ്ലിം രാജ്യത്തേക്ക് ജൂതന്മാർ ചാരന്മാരെ പറഞ്ഞേക്കുമ്പോൾ ഒരു വേള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കരയുന്നു. എന്തിനാ നീ കരയുന്നത്? ഞാൻ കരയുന്നത് ഈ രാജ്യത്തെ മുസ്ലിം സേനയിൽ എന്നെ എടുത്തിട്ടില്ലല്ലോ എന്നാ എനിക്കെന്ത് പ്രയാസം, അതുകൊണ്ട് കരഞ്ഞു പോയതാ. ചാരൻ സങ്കടത്ത് തിരിച്ചുപോയി, അവിടെ പണി തുടങ്ങാനായിട്ടില്ല, മനസ്സിലാക്കി. പിന്നെ ജൂതൻ അവിടെ മ്യൂസിക് കൊടുത്തു, പെണ്ണ് കൊടുത്തു, സെക്സ് കൊടുത്തു, എല്ലാം പതിയെ 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 അതിലേക്ക് അതേ രാജ്യത്തെ മുസ്ലിങ്ങളെ ആക്കി. കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പം വേറെ ചാരനെ വിട്ട് ഇതേമാതിരി ചെറുപ്പക്കാരൻ കരയുന്നു. എന്തിനാ നീ കരയുന്നത്? എൻ്റെ കാമുകി എന്നെ വഞ്ചിച്ച് കടന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ആ നാട്ടിൽ നിന്ന് കുറച്ച് കൊല്ലം മുമ്പ് എന്തിനാ കരഞ്ഞത്? മുസ്ലിം സേനയിൽ എന്നെ എടുത്തിട്ടില്ല. അത്ര ഈമാനുള്ള നാട്ടുകാരെങ്ങനെ ഇവർ മാറ്റിയത്? മ്യൂസിക്, സെക്സ്, പെണ്ണ്, ഇത് കൊടുത്തിട്ട് ഇതിലൂടെയാണ് മാറ്റിയെടുക്കുന്നത്. ഇന്നും ലോകത്ത് നമ്മുടെ നാട്ടിലത്തെ ലയൺസ് ക്ലബ്ബുകളുണ്ട്, അതേപോലെ വലിയ വലിയ VIPs വരുന്ന പാർട്ടികളുണ്ട്. ഇതൊക്കെ ആര് വിരിച്ച വലയാ? ജൂതൻ വിരിക്കുന്ന വലയാ. ക്രെഡിറ്റ് കാർഡുകളുണ്ട്, പിന്നിലാരാ? ഇത് സാറ്റലൈറ്റാണ്. ആരാ നിയന്ത്രിക്കുന്നത്? ജൂതൻ നിയന്ത്രിക്കുന്നത്. സാമ്പത്തികം, ലോക ബാങ്കിങ് കയ്യിൽ ആരുടെ കയ്യിലാ? ജൂതൻ്റെ കയ്യിൽ. നമ്മളെ നാട്ടിൽ പഠിപ്പിക്കുന്ന നമ്മളെ നാട്ടിലത്തെ സ്കൂളിലെ സിലബസുകൾ പോലും നിയന്ത്രിക്കുന്നുണ്ട് ജൂതൻ. നമ്മളെ നാട്ടിൽ നമ്മളെ മലയാള ഭാഷയിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ പോലും അതിനെക്കുറിച്ച്, സിയോണിസത്തെക്കുറിച്ച് പഠിച്ച് ഗവേഷണം ചെയ്ത് പുറത്തിറങ്ങിയ ആളുകൾ പറയുക, അതിൽ പോലും ആരുടെ നിയന്ത്രണമുണ്ട്? ജൂതൻ്റെ നിയന്ത്രണമുണ്ട്. നമ്മൾ വിചാരിക്കും പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല. നമ്മൾ ജൂതനെതിരെ ഇന്ന് അതല്ലെങ്കിൽ അമേരിക്കക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ പ്രകടനം വിളിക്കുന്ന നെറ്റീമിനെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പച്ചറിമണിൽ കെട്ടുന്ന ആളുകൾ നമ്മൾ വിചാരിക്കും ജൂതൻ്റെ സൃഷ്ടികളായവർ. ഈ ഒരു വിഭാഗം വേണം. ആരുടെ നിർബന്ധ? ജൂതൻ്റെ നിർബന്ധ. അതൊരു പുകമറയാ. പക്ഷേ ഈ നിലയിൽ അക്രമങ്ങൾ ഉണ്ടാക്കുക, ഏറ്റവും വലിയ കച്ചവടം, ഇവരുടെ കച്ചവടം എന്താ ഇന്ന് ലോകത്ത്? ജൂതൻ്റെ കച്ചവടം ആയുധ കച്ചവടം. ഇത് വിൽക്കണമെങ്കിൽ ലോകത്ത് എന്ത് വേണം? കലാപങ്ങൾ വേണം അല്ലേ? ഒന്ന് റസൂലുള്ളാഹിക്കെതിരെ ഒരു മറുത്തൊരു വാക്കൊരാൾ എഴുതി, ഒരു ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാർ പറയാ, നമ്മൾ തൽക്കാലം ഒന്നും പ്രതികരിക്കേണ്ട, ആ എഴുതിയ ചങ്ങാതിക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് നീ ഒന്ന് പഠിക്കുക, റസൂലുള്ളാഹിനെ ഇതാ ഇന്നതാണ് റസൂലുള്ളാഹി എന്ന് പറയാ. വേർത്തം പറയാ, ഓൻ്റെ കയ്യപ്പം തന്നെ വെട്ടണം. ഏതാ ഇതിൽ ബുദ്ധിയുള്ളവൻ ചെയ്യേതാ? റസൂലുള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ജൂതൻ ആവശ്യം എന്താ? ആരുടെയെങ്കിലും കൈ വെട്ടണം. ഒരക്രമം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ എന്താ സംഭവിക്കുക എന്ന് അറിഞ്ഞുകൂടാ. ആ നാട് കത്തിച്ചാമ്പലാക്കും അല്ലേ? പരസ്പരം ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ആയുധങ്ങൾ ആവശ്യമാണ്, ബോംബ് ആവശ്യമാണ്. ഇത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ലോകത്ത് എപ്പോഴും എന്ത് വേണം? കച്ചറുണ്ടായിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. വേറൊന്ന്, ഇന്ന് വസ്ത്രങ്ങൾ മാറിയില്ലേ? നിങ്ങൾ നോക്കിയേ, പണ്ട് നമ്മുടെ നാട്ടിൽ മോശപ്പെട്ട വേഷമായിരുന്നു സ്ത്രീകളൊക്കെ ധരിച്ചിരുന്നത്. പക്ഷെ ആളുകളൊക്കെ ഗൾഫിലേക്ക് വന്നു. ആ ഗൾഫിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് നാട്ടിൽ എന്തിറങ്ങിയത്? പർദ്ദ ഇറങ്ങിയത് പെണ്ണിന് അല്ലേ? പർദ്ദ മെല്ലെ മെല്ലെ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. നല്ല പർദ്ദ വന്നു. പിന്നെ ജൂതന് മനസ്സിലായി പർദ്ദ ധരിക്കുന്ന പെണ്ണിനെ പർദ്ദ അഴിപ്പിക്കാൻ എന്തായാലും പറ്റൂല. പിന്നെ ജൂതൻ എന്താ ചെയ്തത്? പർദ്ദ അഴിക്കണ്ട, ആ പർദ്ദയെ തന്നെ മുകളെ പേപ്പിക്കുക. പിന്നെ അതാ വരുന്ന് ഇങ്ങനെ കമ്പി പിടിച്ചു കഴിഞ്ഞാൽ കൈവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ? അവിടുത്തെ ഒളിവാക്കുന്നു. അവിടുന്ന് തുടങ്ങി ഇന്നിപ്പം നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള പർദ്ദ ലോകത്തുള്ളത് എന്ന് പറയാൻ പറ്റൂല. അഥവാ ഇസ്ലാം എന്താണോ ഒരു വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു തരത്തിലേക്ക് മുസ്ലിങ്ങൾ എത്തിച്ചു.
ആണുങ്ങൾ എത്തിച്ചു, വൈകാരികമായിട്ടും വൈചാരികമായിട്ടും എന്ത് ചെയ്തു, ആണുങ്ങൾ എത്തിച്ചു. ഇങ്ങനെ പല നിലക്കും ജൂതന്മാരും ക്രിസ്ത്യാനികളും നമ്മളെ പിഴപ്പിക്കുന്നു. നമ്മൾ ഫാത്തിഹ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ജൂതൻ്റെ വഴിയിലാക്കല്ലേ. സലാം കിട്ടിക്കഴിഞ്ഞാൽ ജൂതൻ പറഞ്ഞിടത്തിലേക്കാണ് പോവുകയും ചെയ്യുന്നത്. പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാത്തലല്ലാഹുൽ യഹൂദ വന്നസ്വാറ, അല്ലാഹ് ജൂതരെയും ക്രിസ്ത്യാനികളെയും ശപിക്കട്ടെ, നശിപ്പിക്കട്ടെ. എന്താ കാരണം പറഞ്ഞത്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, ജൂതൻ അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ മസാജിദുകളാക്കി, പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ലോകത്ത് ഖബറാരാധന, മരണപ്പെട്ടു പോയ ജൂതൻ ആരാധിക്കുന്ന അമ്പിയാക്കൾ എന്നുകൊണ്ട് നമ്മൾ ആരും ഉദ്ദേശിക്കേണ്ട ജൂതൻ കാഫിർ, ഓൻ പ്രാർത്ഥിച്ച നബിയും കാഫിർ എന്നല്ല, അള്ളാഹ് അയച്ച അമ്പിയാക്കൾ അതാ ഉദ്ദേശിക്കുന്നു കേട്ടോ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരിലെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. റസൂലുള്ളാ മരിക്കുന്നതിൻ്റെ തിങ്കളാഴ്ച മരിക്കുന്ന ഒരു വ്യാഴാഴ്ച പള്ളിയിൽ കയറി ഖുതുബ നടത്തുന്നു. ആദ്യം പറയാ, ജനങ്ങളെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, എന്താ, അള്ളാഹ് ജൂതനെ നശിപ്പിക്കട്ടെ, ക്രിസ്ത്യാനിയെ നശിപ്പിക്കട്ടെ, മരണപ്പെട്ടു പോയ അമ്പിയാക്കളെ അവരെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു അല്ലേ. ആരെങ്കിലും അന്നഹും ഇദാ മാത ഫീഹിം റജുലുൻ സ്വാലിഹുൻ ബനൗ അലാ ഖബരിഹിം മസ്ജിദ, ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചു പോയാൽ ആ ഖബറിടത്തിലും ഒരു പള്ളി ഉണ്ടാക്കും, അഥവാ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കും. ഈ സ്വഭാവം ആരുടേതാണ്? ജൂതൻ്റെതാണ്. ലാ തജ്അലു ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബർ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റല്ലേ. ലാ തജ്അലു ഖബരി ഈദ, എൻ്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കല്ലേ, ഒരു ഉത്സവം നടത്തുന്ന സ്ഥലമാക്കല്ലേ. നിങ്ങൾ നോക്കിയേ, ഇത് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുക, റസൂലുള്ളാഹി പറയുക. ഇന്ന് എത്ര ഖബറുകളുണ്ട് ഇതുപോലെ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, ആരാധനാ കേന്ദ്രങ്ങൾ, ഉത്സവം നടക്കുന്ന കേന്ദ്രങ്ങളായിട്ട് എത്ര ഖബറുകളുണ്ട്. ഈ വസിയത്തിനെ, മരിക്കാൻ നോക്കുമ്പോൾ പറഞ്ഞ വസിയത്തിനെ പോലും മാറ്റിയാണ്. ഇത് 5 ദിവസം മുമ്പല്ല, മരിക്കുന്ന തിങ്കളാഴ്ച അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ മടിയിൽ റസൂലുള്ളാഹി തലവെച്ച് കിടന്നുറങ്ങുമ്പോൾ എന്തോ പറയുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ കാത് റസൂലുള്ളാഹിയുടെ ചുണ്ടിനടുപ്പിച്ചു വെച്ചു, അപ്പം ഞാൻ കേട്ടു. അപ്പോഴും പറയാണ്, ലഅന ഖാത്തലല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, അല്ലാഹ് നശിപ്പിക്കട്ടെ, അള്ളാഹ് ഇല്ലാതാക്കി കളയട്ടെ ജൂതനെയും ക്രിസ്ത്യാനികളെയും. എന്തുകൊണ്ടാണ്? അവരവരുടെ അമ്പിയാക്കളുടെ ഖബറിനെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഇതാ റസൂലുള്ളാഹി മരിക്കുന്ന സമയത്ത് പോലും പറഞ്ഞത്. അപ്പം ആ സ്വഭാവം ഇതാര് കൊണ്ടുവന്ന സ്വഭാവമാണ്? ജൂതൻ കൊണ്ടുവന്ന സ്വഭാവമാണ്. ആ ഭാഗത്ത് ജൂതനിൽ നിന്ന് ഷിയാക്കളാണ് ഇത് ഏറ്റെടുത്തത്. ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മുടെ നാടുകളിൽ കാണുന്നത്, ഗൾഫ് രാജ്യത്ത് അൽ ഖബറും ഖതീഫും അതേപോലെ ബഹ്റൈനൊക്കെ അടുത്തുള്ള ആളുകൾ എന്ന നിലക്ക് ഖതീഫിൽ നിങ്ങൾക്ക് പോയി കണ്ടാൽ, ഇനി അതുപോലെ ബഹ്റൈനിൽ പോയി കണ്ടാൽ, നമ്മളെ നാട്ടിൽ കാണുന്ന ചില പ്രവർത്തനങ്ങളും കണ്ടാൽ സുന്നികളുമായിട്ടാണോ ബന്ധം അല്ല ഷിയാക്കളുമായിട്ടാണോ ബന്ധം നമുക്ക് പ്രത്യേകം വേർവിട്ട് വേഗം മനസ്സിലാക്കാൻ പറ്റും. ജൂതരിൽ നിന്ന് ഷിയാക്കളിലൂടെയാണ് ഇത് കേരളക്കരയിലേക്ക് എത്തിയത്. അങ്ങനെയാ ഷിയായിസത്തിൽ നിന്നാണ് കേരളക്കരയിലേക്കും ഇതെത്തിയത്. പിന്നെ ലക്ഷദ്വീപ് വഴി ആ നിലക്ക് കൊണ്ടോട്ടിയിലേക്കും ആദ്യകാലങ്ങളിൽ കണ്ടില്ലേ, കൊണ്ടോട്ടിയിലെ ദർഗ കണ്ടിട്ടുണ്ട്, കണ്ട ആളുകളുണ്ടാവും. കൊണ്ടോട്ടിയിലത്തെ ദർഗ, ഇറാനിലെ ദർഗ ഫോട്ടോകൾ വെച്ച് നോക്കിയോ, സെയിം ആയിരിക്കും. ആദ്യകാലത്ത് ഉണ്ടാക്കിയ ഇറാനിലെ ദർഗയും കൊണ്ടോട്ടി ദർഗയും എന്തുകൊണ്ട് ഒരുപോലെയായി മാറുന്നു? ഇറാനിൽ നിന്ന് ഷിയാക്കളാണ് വന്നുണ്ടാക്കിയത് എന്ന് നമ്മളല്ല, ഇതൊക്കെ ചെയ്യുന്നവരിൽ നിന്ന് ഒരു വിഭാഗം തന്നെ എന്ത് ചെയ്യാണ് പറയാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ജൂതൻ നശിപ്പിക്കപ്പെടാനും ജൂതൻ വെറുക്കപ്പെടാനും എന്നെ ആ മാർഗത്തിലേക്ക് ആക്കാനും അങ്ങനെ ചെയ്യല്ലേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വഴിയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സഞ്ചരിക്കാൻ പാടില്ല. പല തെറ്റുകളുമുണ്ട് ജൂതൻ വെറുക്കപ്പെടാൻ. അതിൽ കുറേ കാരണങ്ങൾ. നമ്മൾ ഇത് ജൂതനെക്കുറിച്ച് പറഞ്ഞതാണല്ലോ, എന്നെക്കുറിച്ചല്ലോ, അങ്ങനെയല്ല. അള്ളാഹ് ഈ ആയത്തിൻ്റെ അർത്ഥം, പഠിച്ചവനെ നിൻ്റെ കോപം, അള്ളാഹ് കോപിക്കുന്ന എന്തൊക്കെ തെറ്റുണ്ടോ ആ തെറ്റിൽ നമ്മൾ പെടരുത്. അപ്പം നമ്മളും ആരുടെ കൂട്ടത്തിലായി പോകും? അള്ളാഹ് കോപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാകും. അതിലാക്കല്ലേ എന്നാണ് പറയുന്നത്. പിഴച്ചു പോകാൻ എന്തൊക്കെ കാരണമുണ്ടോ നമ്മൾ മാറി നിൽക്കണം. അപ്പം നമ്മളും അവരും സെയിമായിരിക്കും. അള്ളാഹ്ക്ക് കോപമുള്ള ഒരുപാട് വിഷയമുണ്ട്, അള്ളാഹ് തിരിഞ്ഞു നോക്കാത്ത. ഞാൻ ആണുങ്ങളോട് പ്രത്യേകം പറയാണ്, പിന്നെ നമ്മൾ എത്ര കേട്ടാലും മതി, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ് അള്ളാഹ് നോക്കാത്തൊരു മനുഷ്യനാരാ? പറഞ്ഞില്ലേ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ഒരു മനുഷ്യനാ. ഇന്നല്ലാഹ ലാ യൻളുർ, അള്ളാഹ് അവനെ നോക്കുവാനില്ല അല്ലേ, അള്ളാഹ് നോക്കാത്തവനാണത്.
അള്ള നോക്കൂല, അള്ള പരിഗണിക്കൂല. കഠിന കഠോരമായി അള്ള ശിക്ഷിക്കുന്നൊരു തെറ്റാ നിര്യാണിക്ക് താഴെ വസ്ത്രം പോകുന്നത്. നമുക്ക് അറിഞ്ഞിട്ടോ ഇനി അറിയാതെയോ അറിവിൻ്റെ കുറവ് കൊണ്ടോ അള്ളാഹു നമ്മൾക്ക് സംഭവിച്ച തെറ്റ് പുറത്തു തരുമാറാകട്ടെ. പക്ഷെ നമ്മൾ പഠിക്കണം. നമ്മൾ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മൾ എന്ത് വിചാരിച്ചാലല്ല. നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ ഇപ്പം ഞാനൊരു നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ നടക്കുക, ആൾക്കാരെന്താ കാണുക. നീ വിചാരിച്ച ഒരാളുണ്ടല്ലോ, ഇന്നയാളെ മുമ്പിൽ ഞാൻ എങ്ങനെയായി നിര്യാണിക്ക് മുകളിൽ വസ്ത്രമാക്കി നടക്കുക എന്ന് നീ ചിന്തിക്കുന്നില്ലേ? ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക് നിന്റെ കാലടി എത്തുമെന്ന് നിനക്കൊരു ഉറപ്പുമില്ല. അതിനു മുമ്പേ ചിലപ്പോൾ ആര് കൊണ്ടുപോകും? നമ്മളെ അള്ള കൊണ്ടുപോകും. പക്ഷേ ആ അള്ളാഹിനോട് നമുക്ക് എന്ത് സമാധാനം പറയാൻ പറ്റും? നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്ക് വേണ്ടത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്തുണ്ട്? അതിനേക്കാളും വലിയ തെറ്റുകളുണ്ട്. പലിശയുണ്ട്, അതിനേക്കാളും വലിയ തെറ്റുകളുണ്ട്. ആ തെറ്റുകളൊക്കെ ഇനി നമ്മുടെ ധാരണ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച ഒക്കെ ശരിയായി എന്നല്ല, എല്ലാം ശരിയാകണം. പക്ഷെ ഇതും എന്ത് ചെയ്യണം? ശരിയാണ്. അവിടെ നമ്മൾക്ക് തുണ്ടു ന്യായം ഉണ്ടാകരുത്. അള്ള കൽബിലേക്കല്ലേ നോക്കുക എന്ന് റസൂലുള്ള പറഞ്ഞത്. അള്ള നിങ്ങൾ ശരീരത്തിലേക്ക് നോക്കൂല, രൂപത്തിലേക്ക് നോക്കൂല, അള്ള കൽബിലേക്കാണ് നോക്കുക. എൻ്റെ കൽബ് ക്ലീനാണ്, എൻ്റെ വസ്ത്രം നന്നാക്കൊരു കുഴപ്പമില്ല. അങ്ങനെയല്ല. അത് ഇബിലീസ് തോന്നിപ്പിച്ചൊരു ന്യായ. കൽബ് നന്നാക്കണം. എന്ത് നന്നാക്കണം? പുറം നന്നാക്കണം. പുറം നന്നാക്കിയാൽ പോരാ, കൽബ് നന്നാക്കണം. കൽബ് നന്നാക്കിയാൽ പോരാ, പുറം ഭാഗം നന്നാക്കണം. കൽബ് നന്നാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തും വരും? പുറം നന്നാകും. എനിക്ക് കിബറൊന്നുമില്ല, അന്ന് കിബറോട് കൂടി താത്തിയാലേ കുഴപ്പമുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ പറയൽ തന്നെ വേറെ കിബറോട് കൂടിയല്ലാതെ താത്താൻ പറ്റൂല അല്ലേ? പഠിച്ച് നിങ്ങളത് തെറ്റാന്ന് പഠിച്ചു, ഇനിയും താണു പോകുകയാണെങ്കിൽ എന്താണത്? കിബറാണത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. അറിയാത്തതുകൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്, അത് ചെയ്യരുത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കുക, മക്കളെ ശ്രദ്ധിക്കുക, ബാപ്പാനോടും ഉമ്മാനോടും ബാപ്പാനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, കുടുംബത്തിലുള്ള ആൾക്കാരുടെ നാട്ടുകാരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ജൂതൻ്റെ വഴിയിലാക്കല്ലേ, ക്രിസ്ത്യാനിയുടെ വഴിയിലാക്കല്ലേ എന്നുള്ളതാണ് പ്രാർത്ഥിക്കുക. എന്നിട്ടാണ് നമ്മൾ ഫാത്തിഹയിൽ പെട്ട ആയത്തല്ല ആമീൻ അല്ലേ? ഹദീസിൽ വന്നതാണ് ആമീൻ എന്നതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഫാത്തിഹയുടെ ഒരു ചുരുക്കം. കുറേ വിശദീകരിക്കാനുണ്ട്. അറബി തഫ്സീറുകളൊക്കെ നോക്കുമ്പോൾ കുറേ ഉണ്ട് ഇത് പറയാൻ. പക്ഷെ നമ്മൾ ഇൻഷാ അല്ലാഹ് ആലു ഇമ്രാൻ തന്നെ അടുത്ത് തുടങ്ങണം. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ചോദിക്കാം, സമയം തരികയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സത്യവാന്മാർ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ പദവിയുള്ള ആളുകളാണ് അല്ലേ? നിങ്ങൾ വക്കൂനു മഅ സ്വാദിഖീൻ, സത്യം പറയുന്നതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആയിരിക്കണം. സത്യവാന്മാരുടെ കൂട്ടത്തിൽ ആയിരിക്കണം. ഇന്നുണ്ടോ? അള്ളാഹു ആയാലും ആരൊക്കെയാ ശുഹദാക്കൾ എന്നത്? അള്ളാഹിൻ്റെ മാർഗത്തിൽ മരിക്കുന്ന ശുഹദാക്കളാണ്. അതേപോലെ തന്നെ ചില പ്രത്യേക പ്രസവ സമയത്തൊക്കെ അത്തരം രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നവർ ശുഹദാക്കളാണ്. വയറ് സംബന്ധമായ ചില രോഗങ്ങളുണ്ട്, പ്ലേഗ് പോലത്തെ രോഗങ്ങളുണ്ട്, അവർ ശുഹദാക്കളാണ്. ഷഹീദാണ്. മുങ്ങി മരിച്ച ഒരാൾ ഷഹീദാണ് എന്ന് റസൂലുള്ള പേരെടുത്ത് പറഞ്ഞ കുറേ ആളുകൾ. എന്നാൽ ശുഹദാക്കൾ എന്തുകൊണ്ട് അതിൻ്റെ ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? അള്ളാഹിൻ്റെ മാർഗത്തിൽ മരിക്കുന്ന ആളുകൾ. അത് സൗദി അറേബ്യ ഇറാഖിൽ പോയി മരിക്കുന്ന ആൾക്കാരല്ല. ഈ ഒരു യുദ്ധസമയം ഒരു യുദ്ധം ഉണ്ടാകുകയാണ്, ഇസ്ലാമിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുതൽ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാണ് നോട്ടി. വീട്ടിൽ കള്ളം കയറി അവനുമായിട്ടുള്ള മൽപ്പിടുത്തം മരിച്ചതെങ്കിലും എന്തുതന്നെയാണ്? ഈ കൂലി തന്നെയാണ്. പക്ഷേ ഇത് ഏറ്റവും ടോപ്പ് അള്ളാഹിൻ്റെ ദീനിന് വേണ്ടിയിട്ട് മരിക്കുന്നത്. യെസ്, അതൊക്കെ ഇതിൽ പെട്ടതാണ്. ജനിച്ച നാടിന് വേണ്ടി യുദ്ധം ചെയ്യാം. നമ്മുടെ നാടിൻ്റെ കാവൽ നിൽക്കുമ്പോൾ യുദ്ധം ചെയ്യാം. അള്ളാഹിൻ്റെ കൂലി കിട്ടുന്നതാണത്. ഒക്കെ എന്താണ്? ഈ പരിധിയിൽ ഒരാൾ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാൾ ഷഹീദാണോ അല്ലേ എന്നാർക്കും അറിയാൻ പറ്റുക? അള്ളാഹ്ക്ക്. അതിൻ്റെ പിന്നിൽ ചില കഥകളുണ്ട്. അത് ഒറിജിനൽ ശുഹദാക്കളാണോ എല്ലാ കള്ള ശുഹദാക്കളാണോ എന്ന് നമുക്ക് അള്ളാഹു ആയാലും പിന്നെ നമ്മൾ അങ്ങനെ പറയുക. ഇനി പ്രത്യേകം ചോദിച്ചതിൽ ഒരു മർമ്മമുണ്ട്. ഓമാനൂർ ശുഹദാക്കളുടെ പേരിൽ നേർച്ചപ്പെട്ടി. ഇങ്ങനെ നേർച്ചപ്പെട്ടി സമ്പ്രദായം ഇസ്ലാമിൽ ഒരു പുറത്തുനിന്ന് കടന്നു വന്ന സമ്പ്രദായം. സലാത്ത് വക നേർച്ചപ്പെട്ടി, ശുഹദാക്കൾ വക നേർച്ചപ്പെട്ടി. എന്താ അത്? അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുക എന്നതല്ലാതെ ഈ നേർച്ചപ്പെട്ടിക്ക് ഞാനത് പറയാൻ കാരണം എന്താ അറിയോ? ഈ നേർച്ചപ്പെട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ദീനിന് ചിലവഴിക്കുന്ന പോലെയല്ല. ആ ശുഹദാക്കൾ നേർച്ചപ്പെട്ടി പൈസ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് പോകുമ്പോൾ എന്താവും?
ഒരു ബർക്കത്താ. വയനാട് ചുരം കയറുമ്പോൾ കുറ്റ്യാടി ഭാഗത്തൂടെയാണ് പോകുന്നതെങ്കിൽ പക്രന്തളുണ്ട്, അവിടെ പൈസ ഇട്ടിട്ട് മുസ്ലിമും കാഫിറും വരും. കാഫിറിൻ്റെ വിശ്വാസം എന്താ? ഇവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്തോ തരും, എന്തോ കിട്ടും അല്ലേ? നിങ്ങൾ അതേപോലെ തന്നെ പിന്നെ എൻ്റെ നാട്ടിലുണ്ട് വാണിമേൽ ഇതേമാതിരി നിറച്ചപ്പെട്ടിട്ടുണ്ട്. അവിടെ രാവിലെ ബസ്സിൽ പോകുമ്പോൾ എല്ലാവരും പൈസ ഇങ്ങനെ എറിയുന്ന കാണാം. ഇതിലൊക്കെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പ് പോകുമ്പോഴാണ് വണ്ടിക്കാരൊക്കെ ഇടുക അല്ലേ? അതേപോലെ കോഴിക്കോട് വടകര ഹൈവേയിൽ ഇത് കാണാൻ, വേറെ മലപ്പുറത്ത് കാണാം, കണ്ണൂരൊക്കെ കാണാം. എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബർക്കത്ത, എല്ലാവരും ഇടും, അമ്പലത്തിലൂടെ ഒക്കെ ഇടും. കിട്ടുന്നത് എന്തിനു പിന്നെ എല്ലാ തരികട കളിക്കുന്നതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്. ഇന്നൊന്നും സംഭവിക്കും, ഒരുപാട് ആൾക്കാരെ പറ്റിക്കാനുള്ളതല്ലേ. ഒന്നും പറ്റിക്കുമ്പോൾ ഒന്നും മുടക്കം വരരുത്, കൊടുക്കും. അത് ഇസ്ലാമിലില്ല. ആ ഒരു ബർക്കത്ത് തെറ്റാണ്, ഷിർക്കാണത്. ഇവരുടെ സഹായം എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസം നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ, മുമ്പ് കണ്ടില്ലേ പെരിങ്ങത്തൂരത്തെ പള്ളി ഇതേമാതിരി വലിയ ഭണ്ഡാരമുള്ളതാണ്, എന്തൊക്കെയാണ് മോഷണം പോയത്. ഇന്നിപ്പം കണ്ടില്ല നിങ്ങൾ നെറ്റിൽ ഈ ഈ നേർച്ചപ്പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വലിയ പൈസ വെക്കുന്നത്. അത് ഒരു പേരെടുത്ത് പറഞ്ഞു പോയതാട്ടോ, ഒരു വ്യക്തി നമ്മൾ കൂട്ടുക, അതൊരു വ്യക്തിപരമായ തെറ്റാണ്, നമ്മളിത് അങ്ങനെ ശീലിപ്പിക്കേണ്ട. പക്ഷേ ഈ ഒരു ബർക്കത്ത് കിട്ടാനാണ് ഈ പെട്ടി വെക്കുന്നത്. നമ്മളെ വിഷയം അതാ, അതിൻ്റെ ഹെഡ് ഓഫീസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പൈസ വെക്കുന്നത്. ഇപ്പുറം ശബരിമലയിൽ നിന്ന് വേറെ കക്കുന്ന വേറെ കള്ളന്മാരെ പിടിച്ച് ഒക്കെ ഈ മൊബൈൽ ക്യാമറ ഉള്ളത് കൊണ്ട് ആരും അറിയുന്നില്ല, എല്ലാ റെക്കോർഡുകളാണല്ലോ. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഒരു പ്രത്യേകമായ കഴിവ് അവർക്കുണ്ട് എന്ന് വിശ്വസിക്കൽ ഷിർക്ക, നമുക്കത് പാടില്ലാത്തതാണ്. അല്ല, സ്വാലിഹീങ്ങൾ എന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു. സ്വാലിഹീങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. ഇപ്പോൾ ഇതിൽ നബിമാർ ഒന്ന് നോക്കി, അതൊരു ഒരു ഭാഗമാണ്. പക്ഷേ അവർ വിശ്വസിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. അവ പഠിപ്പിച്ച രീതിയിൽ തന്നെ അവർ തന്നെയാണ് സുദ്ദീഖീങ്ങൾ, അത് തന്നെയാണ് സ്വാലിഹീങ്ങൾ. അതോ ഇവർക്കൊക്കെ ഈമാനിലും കർമ്മത്തിലും പദവികളിൽ വ്യത്യാസം ഉണ്ടാവും. എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയാണ്, പക്ഷേ അവർ ചെയ്ത കർമ്മത്തിനനുസരിച്ച് എന്തുണ്ട്, പദവികളിൽ വ്യത്യാസമുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞില്ലെന്ന് ചോദിക്കണോ? ഇൻഷാ അല്ലാഹ് 9:20 നമ്മൾ തുടങ്ങി, 10:20 അവസാനിപ്പിക്കലല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. ഇനി 1-2 കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇസ്ലാഹി സെൻറ്റർ ഫാമിലികൾക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും കൂടി ഉംറ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ പോസ്റ്റർ അവിടെ ഉണ്ട്. ഫെബ്രുവരി 25, 26, 27, 28 തീയതി, അഥവാ 25-ന് പോയിട്ട് 28-ന് ഇവിടെ തിരിച്ചെത്തും. ഒരു ബുധനാഴ്ച പോകും. സാധാരണ നമ്മൾ ഞായറാഴ്ചയാണ് എത്തൽ. ആ രീതിയിൽ ഞായറാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന രീതിയിലേക്ക് ഇവിടെ എത്തും. പിന്നെ ബാച്ചിലേഴ്സിനും ഫാമിലിക്കും സൗകര്യമുണ്ട്. റൂം, അതേപോലെ ഭക്ഷണം, വാഹനമൊക്കെ ഇസ്ലാഹി സെൻറ്റർ ഏർപ്പെടുത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും പേര് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ പേര് നൽകുക. അതേപോലെ സെക്കൻഡ് ഉംറ മാർച്ച് 18-നാണ്. മാർച്ച് 18-ന് പുറപ്പെട്ടിട്ട് ഇൻഷാ അല്ലാഹ് 21-ന് തിരിച്ച് ഇവിടെ എത്തുന്ന രീതിയിൽ. വിസിറ്റ് വിസയിലൊക്കെ കുറേ ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന ടൈമാണ്. നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലീസിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഈ 2 ഉംറയും ഫാമിലികൾക്കും ബാച്ചിലേഴ്സിനും കൂടിയുള്ളതാണ്. നമ്മളെ മലയാളി ഭക്ഷണം, നല്ല താമസ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉംറയാണ്. അത് പറഞ്ഞതുപോലെ പേര് തരാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ നൽകുക. അതുപോലെ ഇന്ന് നാളെയായിട്ട് ഹിദായ ജാലിയാത്തിൻ്റെ വക കോർണിഷിൽ ദഅവ പ്രോഗ്രാമും അതുപോലെ സൗദികൾക്കുള്ള മറ്റുള്ള പ്രോഗ്രാമുകളുണ്ട്. ഇന്ന് 10-20 ആളുകൾ മാഷാ അല്ലാഹ് വന്ന് സഹകരിച്ചു. നാളെ പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, ഈസാ മസ്ജിദിൽ എഷാക്കേഷൻ ക്ലാസ് നടക്കലുണ്ട്, അതുണ്ടായിരിക്കുന്നതല്ല. പിന്നെ അതുകൊണ്ട് ആരെങ്കിലും നാളെ അവിടെ ഒരു 5 മണി മുതൽ, അഥവാ മഗ്‌രിബിൻ്റെ മുമ്പ് 4:45 ഈ സെൻറ്ററിലെത്തി ഒരു 5 മണി മുതൽ പിന്നെ അവിടെ ഒരു 8:30 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. ആ 8:30-9 ഉള്ളിൽ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരികയാണ്. താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്കുണ്ടാകും. ഇന്ന് വന്നവരും സഹകരിക്കണം. ഇനി ആരെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് ആ പേര് ആരത്തെ കൊടുക്കേണ്ടത്? ഷൗക്കത്തിലൂടെ ആരത്? ഷൗക്കത്ത് ഇവിടെ ഉണ്ട്. നിങ്ങൾ ആ പേര് കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം. പിന്നെ അവർ ഉറപ്പുള്ള ആളുകൾ വരണം. നാളെ വെള്ളിയാഴ്ചയാണ്. നിങ്ങളോട് പറയാനുള്ളത്, സെൻറ്ററിലേക്കാണ് നിങ്ങൾ വരുന്നത്. നമുക്ക് വേണ്ടി സഹകരിക്കുന്ന ഹിദായ ജാലിയാത്തിൻ്റെ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ പെർമിഷൻ അവരാണ് തരുന്നത്. അവർ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി വിളിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ചയാണ്, ഒട്ടുമിക്ക ആളുകൾക്കും ലീവാണ്.
ആ ലീവ് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഉപയോഗിക്കുക. പിന്നെ പരമാവധി പേര് അവിടെ നമ്മൾക്ക് പ്രോഗ്രാമും അതേപോലെ തന്നെ സൗദി പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളൊക്കെ അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ആ ടെൻറ്റുകളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. ഫാമിലികളെ തൊട്ടപ്പുറത്ത് പാർക്കിലാക്കിയിട്ട് കടൽ തീരത്ത് തന്നെയാണ് പ്രോഗ്രാം. അതുകൊണ്ട് അവരെ അപ്പുറത്താക്കിയിട്ടും നിങ്ങൾക്ക് ടെൻറ്റിലേക്ക് കയറുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഇൻഷാ അല്ലാഹ് പേര് നൽകുമെന്ന് വിചാരിക്കുന്നു. നൽകിയിട്ട് പോകുക. ഷൗക്കത്ത് കൂടെ സഹായിക്കാൻ ആരെങ്കിലും ഒന്ന് നിന്ന് കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അടുക്കൽ തക്കതായ കൂലി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്.